ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നമ്മൾ ഫൈനലി സിംഗപ്പൂർ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ നമുക്കൊരു 10 hours ലേ ഓവർ ഉണ്ട്. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഒത്തിരി വലിയൊരു എയർപോർട്ടാണെന്നും അതിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്നും ഒക്കെ നമ്മൾ വരണേ മുന്നേ ചോദിച്ചറിഞ്ഞിരുന്നു കേട്ടോ. ബിക്കോസ് നമുക്ക് ഇത്രയും hours ലേ ഓവർ ഉള്ളത് കൊണ്ട് നമുക്ക് ബോറടിക്കരുതല്ലോ. ഈ ലവേഴ്സ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് സിംഗപ്പൂർ എയർപോർട്ട്. ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാവാൻ ചുറ്റിലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രഷ് ആവാനായിട്ട് കയറി. അവിടുത്തെ ബാത്റൂമിൻ്റെ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല. വെള്ളം എന്ന് പറഞ്ഞ സാധനം 7 അയൽപക്കത്തില്ല. എന്നാലും നമ്മൾ എക്സലൻ്റ് റേറ്റ് ചെയ്യണമല്ലോ. ഇവിടെ സ്ക്രീനൊക്കെ നോൺ ടച്ച് ടെക്നിക്കാണ് കേട്ടോ. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഞാൻ 2 വട്ടം എക്സലൻ്റ് റേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് മാക്ഡൊണാൾഡ്സിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എഗ്ഗും പാൻ കേക്കും ഒരു കോഫിയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും മൊബൈൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇതൊരു എയർപോർട്ടാണെന്ന് ആരും വിശ്വസിക്കില്ല കേട്ടോ. നമ്മളെവിടെയോ മ്യൂസിയത്തിലോ അങ്ങനെ എന്തോ സംതിങ് സെറ്റപ്പിൽ വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഇത് ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെയും മുകളിലും ഒക്കെ വെള്ളവും മീനും ചുറ്റും കാടും, എന്താ പറയുക, ഒരു മായാലോകത്ത് വന്നൊരു പ്രതീതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വരുന്നത്. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇതാരായിരിക്കും ഈ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ അല്ലേ? ശരിക്കും അയാളുടെ ബ്രെയിൻ സമ്മതിക്കണം. ഇവിടെ ഫുൾ പച്ചപ്പും ഹരിതാഭയായിരുന്നു കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് ഒരു ചെടിയോ പൂവോ ഞാൻ അവിടെ കണ്ടില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്താനായിട്ട് ഇവിടെ കുറേ എംപ്ലോയീസ് ഉണ്ട് കേട്ടോ. അതിലൊരാളാണ് നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ ശരിക്കും ഒരു വണ്ടർ പ്ലേസ് ആണ്. സീസൺ ചേഞ്ച് ആവുന്നത് പോലെ ഇതിൻ്റെ വിഷ്വൽസും ചേഞ്ചായി വരും എന്നാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആങ്കിൾ പറഞ്ഞു തന്നത് കേട്ടോ. നമ്മളവിടെ നിൽക്കി തന്നെ അതൊരു വട്ടം ചേഞ്ച് ആയായിരുന്നു. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ അങ്കിൾ കേട്ടോ. ഈ അങ്കിളാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ആ ഒരു സ്പെഷ്യൽ ആ ഒരു ഏരിയ നോക്കുന്ന എംപ്ലോയീസിൽ ഒരാളാണ് ഈ അങ്കിള്. ബേസിക്കലി ആൾ ഇന്ത്യൻ ആണ്, പക്ഷെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ സിംഗപ്പൂരാണ് കേട്ടോ. ഹി വാസ് സച്ച് എ സ്വീറ്റ് മാൻ. അങ്കിളിൻ്റെ ഇപ്പോഴത്തെ ഈ ആക്ഷൻ കണ്ടിട്ട് എനിക്ക് നമ്മുടെ ഷേക്കി ഷേക്കി ഡാൻസിൻ്റെ സ്റ്റെപ്സാണ് ഓർമ്മ വന്നത്. എനിവേയ്സ്, ഹി വാസ് സച്ച് എ നൈസ് മാൻ. അങ്കിൾ നമുക്ക് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി എൻകറേജ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ ആളാണ് നമുക്ക് ഇനി എങ്ങോട്ടേക്ക് പോകണം, ഇനി എന്തൊക്കെയാണ് ഇവിടെ കാഴ്ചകൾ കാണാനായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണിച്ചും പറഞ്ഞുമൊക്കെ തന്നത്, റൂട്ട് പറഞ്ഞു തന്നതൊക്കെ ഈ അങ്കിളായിരുന്നു കേട്ടോ. പിന്നെ ഇത് അങ്കിൾ നമുക്ക് വേണ്ടി എടുത്തു തന്നൊരു വീഡിയോ ആണ്. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വീഡിയോസ് എന്തെങ്കിലും എടുക്കണോ, ഞാൻ എടുത്തു തരണമെന്നൊക്കെ. അങ്ങനെ ആൾ നമുക്ക് എടുത്തു തന്നൊരു വീഡിയോ കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നേരെ അവിടെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. അനറ്റ് ഡോളേഴ്സൊക്കെ വാരി വാരി വെതറുക കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് എത്രേൻ്റെ ഡോളറാണ്, എത്ര കൊടുക്കണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുമായിരുന്നു ഇതാണോ അതാണോ എന്നൊക്കെ. ഞാൻ അങ്ങോട്ടേക്ക് മാറി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം അനറ്റ് ഡോളർ വാരി എറിഞ്ഞ് എന്താ കൊണ്ടുവരണേന്ന്. അങ്ങനെ ഫൈനലി അനറ്റ് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അനറ്റിൻ്റെ കയ്യിലെന്ന്. ഓക്കെ, പിസ്സയും പൊട്ടറ്റോ വെഡ്ജസും ആയിരുന്നു കേട്ടോ അവൾ വാങ്ങിയിട്ട് വന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നാട്ടിലെ പിസ്സയൊക്കെയല്ലേ കഴിച്ചിട്ടുള്ളൂ. ആദ്യം പൊട്ടറ്റോ വെഡ്ജസാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റി ആയിരുന്നു, ക്രീമി ചീസി, നല്ല ചൂടും ആ ഒരു തണുപ്പത്ത് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, കൊള്ളാമല്ലേ കൊള്ളാമല്ലേ. എനിവേസ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്നാന്നോ, നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ ഫ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണാം. നല്ല രസമാണ്, നല്ലൊരു മൂഡാണ് അവിടെ നിന്ന് കഴിക്കാനായിട്ട്. ഒന്നോർക്കുമ്പോൾ എന്താ അല്ലേ, നമ്മൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോവുക, അവിടുത്തെ കൾച്ചർ, ഫുഡ് എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. എന്തായാലും ഈ എക്സാം കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ടായി. എക്സാം കൊണ്ടിട്ട് മാത്രമല്ല, നമ്മൾ കണക്റ്റഡ് ടിക്കറ്റ് എടുത്തുകൊണ്ടിട്ട് എന്തായാലും ഈ ഒരു രാജ്യം കാണാനും ഇവിടുത്തെ എയർപോർട്ട് കാണാനും ഒക്കെ നമുക്കൊരു ഭാഗ്യം കിട്ടി. എനിവേയ്സ്, അങ്ങനെ നമ്മൾ
പിസ്സയിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. പിസ്സ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പിസ്സ ഹട്ടിൽ നിന്ന് മാക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇത്. എന്ത് ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയില്ല, നമ്മുടെ മാക്ഡൊണാൾഡ്സും പിസ്സ ഹട്ടിൻ്റെയൊക്കെ പോലെ. അത് കമ്പനി നെയിമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ടേസ്റ്റായിരുന്നു. നല്ല ചീസൊക്കെ വെച്ചിട്ട് എനിവേസ് നല്ലതായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു കോക്കും കുടിച്ച് നമ്മൾ ഇറങ്ങി. ബാക്കിയും കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണമല്ലോ. നമ്മൾ ആ അങ്കിള് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തോട്ടും പോകുന്നത് കേട്ടോ. ഇത് കഴിയുമ്പോൾ അത് കാണണം, അത് കഴിയുമ്പോൾ ഇത് കാണണം എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് അവിടെ വന്നതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്. ഇത് കണ്ടിട്ടുണ്ട് ഒട്ടും പറയില്ല ഒരു എയർപോർട്ടാണെന്ന്. എനിക്ക് ഈ പൂവ് കണ്ടപ്പോൾ നമ്മുടെ ഒരു ലോകത്തിലെ ഒരു വലിയൊരു പൂവിൻ്റെ റഫ്ലേഷ്യോ അങ്ങനെ എന്തോ സംതിങ് ഒരു പേര് പറയത്തില്ല, ആ ഒരു പൂവിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത് കേട്ടോ. അവിടെ നമ്മൾ കുറേ ഡാൻസ് മൂവ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോയത്. ഇത് എന്ത് സ്ഥലമാണെന്നറിയുന്നത്, ഒരുമാതിരി ഒരു റിലാക്സേഷൻ കൈൻഡ് ഓഫ് സ്ഥലം പോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു ആ കളറും അല്ലേ, നല്ല രസം. നല്ല ഒരു വൈബായിരുന്നു അവിടെ കൂടി നടക്കാനായിട്ട്. അവിടെ എന്തോ ജിം പോലത്തെ എന്തൊക്കെയോ എനിക്ക് തോന്നി. ആക്ടിവിറ്റീസിന് പറ്റിയൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതിൽ ഞാൻ ഇടിച്ചപ്പോൾ ശരിക്കും ഫസ്റ്റ് ടൈം ഇടിച്ചപ്പോഴേക്കും എൻ്റെ ഫേസിലോട്ട് ശരിക്കും ഇങ്ങനെ വന്ന് കൊള്ളാൻ പോയി. താങ്ക്ഫുള്ളി കൊണ്ടില്ല. ഇത് നമുക്കിങ്ങനെ അവിടെ നിന്ന് ആ കമ്പിയിൽ പിടിച്ചിങ്ങനെ ചാടുമ്പോൾ നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വരില്ലേ. പക്ഷേ എൻ്റെ വെയിറ്റ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ചാടിയിട്ട് മുകളിലോട്ട് പൊങ്ങിയില്ല. പിന്നെ നമുക്ക് കുറച്ച് ഊഞ്ഞാൽ ആടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊഞ്ഞാലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. സായിപ്പും മദാമൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആടിക്കൂടാ, നമുക്കും കുറച്ച് ഊഞ്ഞാലാടാം എന്തേ. അനറ്റ് അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ചേച്ചിക്ക് വട്ടാന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഊഞ്ഞാലിലാടാനായിട്ട്. നമ്മൾ കുറച്ച് മുന്നേ ആ വലിയ പൂക്കളൊക്കെ കണ്ടില്ലേ, ഗ്ലാസ് വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണെന്നറിയില്ല. ആ റെഫ്ലേഷ്യ പോലത്തെ പൂവൊക്കെ കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഊഞ്ഞാലിൻ്റെ സംഭവമൊക്കെ. അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുമ്പോൾ നമുക്ക് താഴത്തോട്ട് നോക്കിയാൽ ആ ഏരിയയൊക്കെ കാണാം. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു ഏരിയ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴത്തോട്ട് പോകുമ്പം നമ്മുടെ പൂക്കളുടെ ഏരിയയിൽ പിന്നെയും നമ്മൾ എത്തും കേട്ടോ. എനിക്കവിടെ ആ ഏരിയ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അവിടെ പോയി. എന്ത് രസമാണെന്ന് എനിക്ക് കാണാനായിട്ടല്ലേ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, ഒരു മാജിക്കൽ പ്ലേസ് പോലെയൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് കണ്ടിട്ട് എനിക്ക് ആ ഒരു സ്ഥലം മാത്രം എനിക്ക് മതിയാവണില്ലായിരുന്നു കേട്ടോ. അതെന്ത് വെച്ചിട്ടത് ഉണ്ടാക്കിയേക്കണേന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് തൊട്ട് നോക്കിയപ്പോൾ ഗ്ലാസ് പോലെ മെറ്റൽ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. അവിടെ നിന്നും ആസ്വദിച്ച് നമ്മൾ കുറച്ച് ഡാൻസ് മൂവ്സൊക്കെ എടുത്തു കേട്ടോ. ഇറ്റ് വാസ് റിയലി ഫൺ. നല്ല രസമായിരുന്നു. എല്ലാവരും നമുക്ക് തന്നെ നമ്മൾ തന്നെ നോക്കുക, ഇതെന്ത് ഈ പിള്ളേർ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട്. എസ്കലേറ്റർ വെച്ചും ഒക്കെ നമ്മളുടെ ഇത് തന്നെയായിരുന്നു പണി. നമ്മൾ ബാത്റൂമിൽ പോയി അവിടെ ഒരു മിറർ കണ്ടാൽ പിന്നെ നമുക്ക് ഡാൻസ് മൂവ്സ് മസ്റ്റാണല്ലോ. അങ്ങനെ മിററിൽ നോക്കിയും അവിടെ നോക്കി ഇവിടെ നോക്കി ഫുൾ ഡാൻസ് മൂവ്സ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു എയർ ഹോസ്റ്റസും വന്നു വിട്ടു, അൺലക്കിലി. അങ്ങനെ നടന്ന് അവിടുത്തെ ഒരു ഫേമസ് കോഫി സെല്ലിങ് ഒരു ഷോപ്പിൽ നമ്മൾ എത്തി കേട്ടോ. അവിടെ കോഫി പൗഡറാണ് മെയിനായിട്ട് സെൽ ചെയ്യുന്നത്, കോഫിയും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മളിവിടെ വന്നല്ലേ, ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എന്താ രസം എന്ന് നോക്കി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറിലാണ് അവരത് ആ പാക്കേജിങ് തന്നെ ചെയ്തേക്കുന്നത്. എനിക്ക് ഷോപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു എസ്തറ്റിക് ഫീലായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒരു കോഫിയുടെ പ്രൈസ് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ചു. പിന്നീട് ഓർത്തു എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ സാധനമല്ലേ, ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇനി എപ്പോഴാണ് നിങ്ങളുടേക്കൊക്കെ വന്ന് ഈ കോഫിയൊക്കെ ഒന്ന് കുടിച്ച് നോക്കുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ടാവാം. പക്ഷെ അതിന് അത്ര പിടിച്ചില്ല കേട്ടോ കോഫിയുടെ ടേസ്റ്റ്. പിന്നെ നമ്മൾ പോയത് റൂഫ് ടോപ്പിലത്തെ സൺഫ്ലവർ ഗാർഡനിലോട്ടാണ്. ഇത് നമ്മളുടെ അങ്കിളാട്ടോ പറഞ്ഞു തന്നെ, റൂഫ് ടോപ്പിൽ ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഉണ്ട്, സോ മസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്ന്. അവിടെ നമ്മുടെ സ്ഥിരം ഡാൻസ് മൂവ്സ് നമ്മൾ എടുത്തു. ദാറ്റ് വാസ് ഓൾസോ റിയലി ഫൺ. അതിനുശേഷം നമ്മൾ സ്കൈ ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ ടെർമിനലിലോട്ട് പോവാട്ടോ. ഈ സ്കൈ ട്രെയിൻ യാത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ നമ്മുടെ സാധാരണ എയർപോർട്ടിലൊന്നും കാണാത്തൊരു സംഭവമാണല്ലോ ഇതും. സോ വി വർ റിയലി എക്സൈറ്റഡ്.
നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്, അതായത് സിംഗപ്പൂരിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ടൈം അടുത്തടുത്ത് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ കൂടി നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഓർത്തു റിസ്ക് എടുക്കണ്ട, എന്തായാലും നേരെ ട്രെയിൻ കയറി പോയേക്കാമെന്ന്. അതിലും കുറച്ച് എൻജോയ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇതാണ് മെയിനായിട്ട് നമ്മൾ സ്കൈ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നത് ഒരു വാട്ടർഫോൾ. നല്ല രസമായിട്ട് നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ട്രെയിനിൽ പിടിച്ച് തൂങ്ങി എന്തായാലും നമ്മൾ നമ്മുടെ 4th ടെർമിനലിലെത്തി. അവിടെയും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി നമ്മുടെ ബോർഡിങ് ടൈം ആയി കേട്ടോ. അപ്പോൾ എൻജോയ്മെൻറ്റിൻ്റെ സമയമൊക്കെ കഴിയാറായി ഇൻ ദ സെൻസ് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്റ്റേ, ക്ലാസ്, പിന്നെയുള്ള എക്സാം, അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ടെൻസ്ഡായിരുന്നു. പിന്നെ അവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പാണെന്ന് കേൾക്കുന്നുണ്ട്. ഓട്ടം സീസണാണ്, എന്നാലും കുറച്ച് തണുപ്പുണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ അതും ഒക്കെ കൂടെ കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ടെൻസ്ഡായിരുന്നു കേട്ടോ. നമുക്ക് ബോർഡിംഗ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ വേറെയും കുറച്ച് ഓസ്കി ആസ്പിരൻസിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നമ്മുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും നമ്മളുടെ വറീസിനും ടെൻഷൻസും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അനറ്റിന് വിൻഡോ സീറ്റും എനിക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റുമായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസാണ്. നല്ലൊരു ഫ്ലൈറ്റായിരുന്നു കേട്ടോ. ഒരു സിനിമയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത്. ശരിക്കും എനിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു മനസ്സ് നിറയെ. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒത്തിരി എക്സൈറ്റഡും ആയിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര നാളായിട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു എൻഡിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഒത്തിരി ആഗ്രഹിച്ചിട്ട് പോകുന്നൊരു സ്ഥലമായിരുന്നു ഇത്. എനിവേസ്, അങ്ങനെ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചിരുന്നപ്പോൾ നമ്മുടെ മെയിൻ സാധനം വന്നു. നമുക്കൊരു ഹോട്ടലൊക്കെ നമ്മുടെ എയർ ഹോസ്റ്റസ് കൊണ്ട് തന്നു, കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കാനായിട്ട്. എന്തിനാ? ഫുഡ് കഴിക്കാൻ. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ ഫസ്റ്റ് അവർ ഒരു ഗ്ലാസ് വൈൻ കൊണ്ടുവന്നു തന്നു. വൈനും പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് കിട്ടി നമുക്ക് ചിക്കനും മാഷ്ഡ് പൊട്ടറ്റോസും ഓറഞ്ച് ജ്യൂസും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ വയറ് നിറച്ച് കഴിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ 2 ഫ്ലൈറ്റിലെ ഫുഡ് ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലെത്തി. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ആൻഡ് ബൈ.